രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിലേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. വെൽക്കം ടു 3 AJ's ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ 4 വർഷമായി നമ്മൾ താമസിച്ചത് രാജസ്ഥാനിലെ കോട്ടൺ ഞങ്ങൾ ഒഴിയാണ് കേട്ടോ. എല്ലാം കെട്ടിപ്പെറുക്കി ഇതാ വെക്കുകയാണ്. അതിൻ്റെ സമയത്താണ് നമ്മളെ വീണ വന്നത് കേട്ടോ. വീണ നമ്മളെ യാത്ര അയക്കാനായിട്ട് വന്നതാണ്. നാളെ രാവിലെ ഞങ്ങൾ 6 മണിക്കാണ് പോകുന്നത്. വൈകിട്ടുള്ളത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചിത്തേണ്ണ സഹായിക്കാൻ 2-3 ചിത്തേണ്ണ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. പിന്നെ കൂടെ നമ്മളെ ആരാധ്യ ആരോണും ഇതാ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറേ കാലമായല്ലോ ഇവിടെ. അപ്പം എല്ലാ സാധനങ്ങളും ഇങ്ങനെ പെട്ടിയിലും അതിലും ഇതിലും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ നല്ല ഡ്രമ്മിലും ഒക്കെ കെട്ടി പൊതിഞ്ഞ് വെച്ച് എല്ലാം പാക്ക് ചെയ്യാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് എടുത്തു വെച്ചവർക്കൊക്കെ കുറച്ചൊരു ചെറിയൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നതിൻ്റെ വകയിൽ ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മളെ ഫ്രണ്ടാണ് 4 കൊല്ലമായിട്ടോ നമ്മളെ ഫ്രണ്ടായിട്ട് ജാൻസി വേണം. പിന്നെ മാലതി തമിഴ്നാടുമാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മളെ നയനയും ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ ഒത്തിരി മിസ് ചെയ്യും കേട്ടോ. പിറ്റേന്ന് രാവിലെ ഗൈസ് നമ്മളൊരു 4:30 എണീറ്റുണ്ടാവും. ഫുഡൊക്കെ റെഡിയാക്കി. കാരണം നമ്മൾ ഹൈവേ കൂടെയാണ് പോണത്. ഹൈവേയിൽ നിന്ന് ഒരു കടയും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാജസ്ഥാനോട് വിട പറഞ്ഞു പോവുകയാണ് ഗൈസ്. നമ്മൾ കാറിലാണ് പോയത്. അപ്പം കാറിൽ എനിക്ക് ഇരിക്കുമ്പം ഒരു വിക്സും ഒരു നാരങ്ങയും കയ്യിൽ വേണം. ഇല്ലെങ്കിൽ നമ്മൾ അത്ര ശരിയാവില്ല. എന്താണെന്നറിയില്ല, ഈ കാറിലിരിക്കുമ്പം വിക്സ് മണപ്പിച്ചിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കയ്യിലൊരു നാരങ്ങയെങ്കിലും വേണം. ഇതില്ലാണ്ട് ശരിയാവില്ല മക്കളെ. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ ഫസ്റ്റ് ട്രോൾ ബൂത്തിലെത്തിയിരിക്കുന്നു. അങ്ങനെ അതും സെറ്റായി എല്ലാം കഴിഞ്ഞ് പോവാണ് ഗൈസ്. ശരിക്കൊരു 8 മണിക്കൂർ ഉണ്ടാവും കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ കാലാവസ്ഥ നല്ല അനുകൂലമാണ് ഞങ്ങൾക്ക്. കാരണം ഇടയ്ക്ക് ഒരു മഴയൊക്കെ കിട്ടി. സാധാരണ ഈ സമയത്തൊക്കെ നല്ല പൊട്ട വെയിലാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമ്മളെന്ന് വന്ന ആ സമയത്ത് നല്ല കാർമേഘങ്ങളും നല്ല ഒരു തുള്ളി മഴകളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹൈവേയിൽ കുറേ ട്രക്കുകളും നമ്മളെ ഈ കാറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അധികം വാഹനങ്ങളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം നമ്മളെ സ്ഥലത്തെത്തി എന്ന് പറയാം. അടിപൊളി പ്രദേശങ്ങളാണ് ഗൈസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ രാജസ്ഥാനിലെ അടിപൊളി കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനിടയിൽ ഒരു ഒട്ടകത്തിന് കിട്ടിയിട്ടോ. ഒട്ടകം പക്ഷേ കാർ സ്പീഡിലായതുകൊണ്ട് ഒട്ടകത്തിനെ അധികം എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കുറേ ദൂരം എത്തിക്കുന്നു കേട്ടോ. ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടാവില്ല. എന്നാലും എല്ലാവർക്കും ഒരു വിശപ്പ് അങ്ങോട്ട് തുടങ്ങി. എവിടുന്ന് കഴിക്കും എന്ന ചോദ്യത്തിന് നമ്മളെ ജിത്തുവേട്ടൻ ഉത്തരം പറഞ്ഞത് വഴിയരികിൽ എവിടെയെങ്കിലും കാർ നിർത്തി കഴിക്കാം എന്നൊരു ഉത്തരമായിരുന്നു കിട്ടിയത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കാറ് ഒരു സൈഡിൽ നിർത്തിയിട്ടോ. സൈഡിൽ നിർത്തി ആരുമില്ല, വിജനമായ റോഡാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ എടുത്ത് അവിടെ നിന്ന് കഴിക്കുകയാണ്. ഏതോ ഒരു ലോറിക്കാരൻ നമ്മളെ ബാക്കിൽ നിർത്തിയിരിക്കുന്നത്, ട്രക്കുകാരനാണ്. അവരും ഇതേപോലെ ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്താണ് കേട്ടോ. അങ്ങനെ തനി മരുഭൂമിയിൽ നിന്നും റോഡ് സൈഡിൽ നിന്നും നമ്മൾ ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഗൈസ്. ശരിക്കും വിജനമായ റോഡിലേക്ക് നോക്കി രാജസ്ഥാനിലെ മണലാരണ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ് നടു റോഡിൽ നിന്ന്. വെച്ചാൽ നടു റോഡിലല്ല, റോഡിൻ്റെ സൈഡിൽ നിന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പുമാവും ഒരു കറിയാണ്, പനീർ കറിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. വിശപ്പൊക്കെ ഒന്ന് അടങ്ങി കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കാർ എടുക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്. ഏകദേശം ഒരു 8 മണിക്കൂർ യാത്ര നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഹനുമാൻഗഡ് എന്ന പ്ലേസ് ആണ് കേട്ടോ ഗൈസ് ഇത്. ഹനുമാൻ്റെ വലിയൊരു പ്രതിമ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിന് ഹനുമാൻഗഡ് എന്നൊക്കെ പേര് വന്നത്, അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഗൈസ് ഒരു 2 മണിയാകുമ്പോൾ നമ്മൾ പഞ്ചാബിലെത്തിയിട്ടുണ്ട്. ഏകദേശം 8 മണിക്കൂർ യാത്രയാണ് ഗൈസ്. 6 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. 2 മണിക്കാണ് നമ്മൾ പഞ്ചാബിലെത്തിയത്. അത്രയും നീണ്ട യാത്രക്കിടയിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ പഞ്ചാബിലെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് കണ്ടത് നമ്മുടെ നാട്ടിലെ കണിക്കൊന്നപ്പൂ ഇഷ്ടം പോലെ ഉണ്ട്. റോഡ് സൈഡ് മൊത്തം കണിക്കൊന്നാണ് കേട്ടോ. ഈ സമയത്താണ് ഇവിടെ പൂക്കുന്നത്. പഞ്ചാബിലെ ബത്തിണ്ട എന്ന പ്ലേസിലാണ് നമ്മളിപ്പം വീട്ടിൽ കയറിയത്. നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഈശ്വര, ഇത് പിന്നെ ഇപ്പം എങ്ങനെ സെറ്റാക്കും എന്നൊരു ചിന്തയായിരുന്നു നമുക്ക്. എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ഗൈസ്. വന്നപാടെ നോക്കിയില്ല, നമ്മൾ ഫുഡ് ആദ്യം കഴിച്ചു. നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതുകൊണ്ട് നമ്മൾ വേഗം അതെടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ എല്ലാം ഒന്ന് ചുറ്റി കണ്ടു ഗൈസ്. ഇതാണ് കോലങ്ങൾ. ഇനി ഇതിനെ നമ്മളൊരു റൂമല്ല ഒരു വീടാക്കി മാറ്റിയെടുക്കണം.
അപ്പോൾ ഗൈസ് ഏകദേശം 2-3 ദിവസം എടുത്തിട്ടോ നമ്മളെ ഈ കോലം ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മളിത് അതിനെ ഇങ്ങനെ മാറ്റിയെടുത്തിരിക്കുന്നു. നമുക്ക് കിട്ടിയ ഗിഫ്റ്റും കുറേ നമ്മളെ ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിതാ ഒക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് നമ്മളെ ഹോള്. ബാക്കിയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി ഗൈസ്. ചെറിയൊരു പാല് ഒക്കെ കാച്ചിട്ടാണ് നമ്മളെ വീട്ടിൽ കയറിയത് കേട്ടോ. കയറിയതെന്ന് പറയാൻ പറ്റില്ല, അവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ചെറിയൊരു പാലത കാച്ചി തൂത്ത് കഴിഞ്ഞു. ഒരു രസം, ഒരു ഹരം, അല്ലാണ്ട് എന്താലേ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ.